ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബേസിൽ ജോസഫ് നായകനായി വന്ന മരണമാസം എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുന്ന ഈ ചിത്രം കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഈ ചിത്രം ഡാർക്ക് ഹ്യൂമർ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിലെ പല സീനുകളും കാണിക്കുമ്പോൾ ആ സീനുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ രസകരമായിട്ടോ കളിയാക്കുന്ന രീതിയിലോ പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ സീരിയൽ കില്ലറെ കുറിച്ചുള്ള വാർത്തകൾ കാണിക്കുന്ന സമയം ആ കൊലപാതകങ്ങളുമായെല്ലാം ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ ജനനി ശവപ്പെട്ടികൾ എന്നൊരു പരസ്യം കൊടുത്തിരിക്കുന്നതായി കാണാം. കൂടാതെ വാട്ടർ പ്രൂഫാണ്, ചിതലരിക്കില്ല എന്നിങ്ങനെ ടാഗ് ലൈനുകളും കൊടുത്തിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഈ സീരിയൽ കില്ലറെ കുറിച്ചുള്ള മന്ത്രിയുടെ പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു റിപ്പോർട്ടറെ കാണിക്കുമ്പോൾ 24 ന്യൂസിനെ കളിയാക്കുന്ന രീതിയിൽ അതിന് 48 ന്യൂസ് എന്ന് പേരിട്ടിരിക്കുന്നതായി കാണാം. കൂടാതെ അവിടെ മന്ത്രിയുടെ സൈഡിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് റഹീമിന്റെ ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടാണ്. അതുപോലെ മന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ M സ്വരാജിനെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ഇതേ പ്രസ് മീറ്റിൽ തന്നെ മലയാളി ന്യൂസ് എന്ന പേരിൽ ഒരു ബംഗാളി മന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് മന്ത്രി ചോദ്യം മനസ്സിലാകാതെ അല്ലെങ്കിൽ ഹിന്ദി അറിയാത്തത് കൊണ്ട് അയാളോട് ദേഷ്യപ്പെടുന്നതായും ഓർഡർ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരോടും മറ്റും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിനെ കളിയാക്കുന്ന രീതിയിലാണ് അവിടെ കാണിച്ചിരുന്നത്. ഇതിനുശേഷം കില്ലർ ഒരു ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു കില്ലറുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ കില്ലർ ഓഫർ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ സീനിൽ വെച്ച് ഈ കില്ലറെ അവതരിപ്പിച്ചിരിക്കുന്ന രാജേഷ് മാധവൻ അയാളുടെ തന്നെ ഒരു സിനിമയുടെ പോസ്റ്ററുള്ള ഒരു മാസിക വായിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സീൻ നമ്മളെ എടുത്തു തന്നെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം മുന്നേ തന്നെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ആ സീരിയൽ കില്ലർ കാരണം നഗരത്തിലെ കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നതായി കാണിക്കുന്ന സീനിൽ ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ബേസിൽ നായകനായി വന്നിരുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ ഞെട്ടിയില്ലേ അതാണ് എന്ന് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണിച്ചിരുന്നു. പിന്നീട് ബേസിലിന്റെ മുറിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ നിയമവ്യവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ അവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതുകൂടാതെ അയാളുടെ മുറിയിലെ ഒരു ഭിത്തിയിലായി മാ ലൈഫ് മാ റൂൾസ് എന്ന് എഴുതിയിരിക്കുന്നതായും കൂടാതെ ബി കാം ലൈക്ക് ലുക്ക് എന്നെഴുതിയിട്ടുള്ള ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായും കാണാം. ഇതിനോടൊപ്പം തന്നെ മറ്റ് സീനുകളിൽ കാണിക്കുന്ന ഇയാളുടെ ആ ഹെൽമെറ്റിലായി ലുക്ക് അറ്റ് ലുക്ക് എന്ന രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം IDയുടെയോ മറ്റോ പേര് കൊടുത്തിരിക്കുന്നതായും കാണാം. കൂടാതെ ലൂക്കിനെ കാണിച്ചിട്ടുള്ള ആദ്യത്തെ ആ സീനിൽ തന്നെ അയാളുടെ മുറിയിലായി ഒരു 3-way മിറർ ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അയാൾ യൂസ് ചെയ്യുന്ന മറ്റൊരു മിറർ ഓൾറെഡി തന്നെ ആ സീനുകളിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് കൂടാതെയാണ് അവിടെ ഒരു 3-way മിറർ കൂടി ഇരിക്കുന്നതായി കാണിക്കുന്നത്. സോ നമുക്കറിയാം കരിക്കിന്റെ മോക്ക എന്ന സീരീസിൽ ഇതുപോലെ ഈ ഒരു ക്യാരക്ടറിനെ പോലെ തന്നെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി പല അബദ്ധങ്ങളും കാണിക്കുന്ന ധിക്കാരീസ് എന്ന പേരിലുള്ള 3 പേരുടെ ക്യാരക്ടറുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇതേപോലെ സമൂഹത്തെ രക്ഷിക്കാനായി ഒരു 3-way മിറർ അടിച്ചുകൊണ്ട് വരുന്നതായി കാണിച്ചിരുന്നു. സോ അത്തരത്തിൽ അതുപോലെ തന്നെയുള്ള ഈ ഒരു ക്യാരക്ടറും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ളതാകാം ഈ 3-way മിറർ എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതുകൂടാതെ ലൂക്കിന്റെ മുറിയിലായി പേടിഎമ്മിന്റെ സ്കാനർ മെഷീനുകൾ ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചെക്കോസ്ലോവാക്യയ്ക്ക് പോകുന്ന ലൂക്കിന് ഒരു കൈത്താങ്ങെന്ന പേരിൽ ഒരു പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായും അതിലൊരു QR കോഡ് കൊടുത്തിരിക്കുന്നതായും കാണാം. സോ ഈ ഒരു യാത്രയ്ക്കായി പണം സമാഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പേടിഎം മെഷീനുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതെന്നും അനുമാനിക്കാം. ഈ ലൂക്കിന്റെ ശല്യം കാരണമാണ് വള്ളിക്കുന്നിലെ ആൾക്കാർ പണം സമാഹരിച്ച് ലൂക്കിനെ ചെക്കോസ്ലോവാക്യയിലേക്ക് അയക്കുന്നതെന്ന് പോലീസിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്ററിന് താഴെയായി കൊടുത്തിരിക്കുന്ന UPI IDയിലായി സേവ് വള്ളിക്കുന്ന് എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. മറ്റൊന്ന്, ലൂക്ക് ഒരു വിജയ് ഫാനാണെന്ന് അയാളുടെ മുറിയിൽ കൊടുത്തിരിക്കുന്ന വിജയുടെ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിജയുടെ ആക്ഷനുകളും മറ്റും അനുകരിക്കുന്നത്. കൂടാതെ ഇതേ സീനിൽ തന്നെ പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജനങ്ങളെല്ലാം ലൂക്കിന് വേണ്ടി ജയ് വിളിക്കുകയും ആ സമയം ആ സീനുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ തന്നെ ലൂക്കിന്റെ കോട്ടിലായി ടു ലൗഡ് ടു ബാഡ് എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും ലൂക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വീഡിയോ ലൈവ് പോകുന്നതായി കാണാം. ആ സമയം അവിടെ ആദ്യം വരുന്ന കമന്റിലായി സ്കൂൾ വിട്ട് ഞങ്ങൾ ഇറങ്ങാൻ ചേട്ടാ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇത് സ്ഥിരമായി നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും മറ്റും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ കളിയാക്കിക്കൊണ്ട് പലരും ഇടുന്നൊരു കമന്റാണ് ഇപ്പോൾ സ്കൂൾ പിള്ളേർ വരും അല്ലെങ്കിൽ സ്കൂൾ വിട്ട് പിള്ളേർ വന്ന് കേരളം കത്തിക്കുമെന്നെല്ലാം. സോ അതിനെ കളിയാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റ് തന്നെ ആദ്യമായി അവിടെ വരുന്നതായി കാണിച്ചിരുന്നത്. കൂടാതെ ഈ ഒരു ലൈവ് പോകുന്നതായി കാണിച്ചിരിക്കുന്നത്
സിഗ്മ സത്യൻ എന്നുള്ള ഒരാളുടെ പേരിലാണ്. ഇത് ലൂക്കിന്റെ ആ കൂട്ടുകാരനായിട്ടുള്ള ആളാണെന്നും അയാളാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. ഇതിലെ സ്കൂൾ മാഷായി വന്നിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ തന്റെ ബസ്സിന് കുമാരനാശാന്റെ വീണപ്പൂവ് എന്ന കവിതയുടെ പേരിട്ടിരിക്കുന്നതായും ഇതുകൂടാതെ അയാളുടെ ജീപ്പിന് ദുരവസ്ഥ എന്ന പേര് കൊടുത്തിരിക്കുന്നതായും കാണാം. ഇതെല്ലാം അയാളുടെ ആ ഒരു മാഷ് ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേശവ് കുറുപ്പിനെ മകൻ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് ആക്കിയിട്ട് പോകുന്ന സമയത്ത് അച്ഛന് ശ്വാസം മുട്ടുണ്ടെന്നും ഈ മരുന്നുകൾ കൊടുക്കണമെന്നും അവിടുത്തെ ആളോട് പറയുന്നുണ്ട്. പിന്നീട് ഈ കേശവ് കുറുപ്പ് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടിന്റെ പഫ് യൂസ് ചെയ്യുന്നതായും കാണിച്ചിരുന്നു. സോ ഈ കാരണം കൊണ്ടാണ് ജെസ്സി ആ സ്പ്രേ അമിതമായി കേശവ് കുറുപ്പിന്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ശ്വാസം മുട്ട് ഉള്ളതുകൊണ്ട് അയാൾക്ക് ശ്വാസതടസ്സം വരുന്നതായും മരിച്ചു പോകുന്നതായും കാണിക്കുന്നത്. കൂടാതെ ഈ കേശവ് കുറുപ്പ് എന്ന ക്യാരക്ടർ ഒരു ശവമായി അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയായി മാറുന്നതായി ചിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിന് കെ ശവക്കുറുപ്പ് എന്ന രീതിയിലുള്ള ആ ഒരു പേര് തന്നെ കൊടുത്തിരുന്നത്. അതുപോലെ ഈ കേശവ് കുറുപ്പ് സ്പ്രേ അടിച്ചതുകൊണ്ട് ശ്വാസം മുട്ടിയാണ് മരിക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഈ കേശവ് കുറുപ്പിനെ അടക്കാനായി കൊണ്ടുപോകുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഉമേഷ് എന്ന ക്യാരക്ടറിന്റെ അടുത്തേക്കാണ്. സോ ആ ക്യാരക്ടറും ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ശ്വാസം കിട്ടാതെ മരിച്ചിരിക്കുന്ന രണ്ടുപേരെയാണ് അവിടെ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ബാറിൽ വെച്ച് കാണുന്ന കേശവ് കുറുപ്പിനെ സീരിയൽ കില്ലർ കൊല്ലാനായി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ ഛർദ്ദിക്കുന്നതായും കടക്കാരൻ പറയുന്നതനുസരിച്ച് കില്ലർ അവിടെ തൂത്ത് വൃത്തിയാക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ആ സീനുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ ആ കടയുടെ മുന്നിലായി സ്വച്ഛ ഭാരത് എന്ന് പരിസരങ്ങളെല്ലാം തൂത്ത് വൃത്തിയാക്കുന്ന രീതിയിലുള്ള ആ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ കേശവ് കുറുപ്പിനെ അബദ്ധത്തിൽ കൊന്ന ജെസ്സിയെ സഹായിക്കാനായി കില്ലറും ബസ് ഡ്രൈവറും അരവിന്ദും എല്ലാവരും കൂടി തീരുമാനിക്കുകയും അവർ ബസ് പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായി തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന പോസ്റ്ററിൽ സ്ത്രീ പരിചരണത്തിൽ ഏറ്റവും മുന്നിൽ എന്ന് കൊടുത്തിരിക്കുന്നതായി ആ സീനുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതായും കാണാം. അതുപോലെ കേശവ് കുറുപ്പ് മരിച്ചതിന് ശേഷം അരവിന്ദ് പറഞ്ഞതനുസരിച്ച് ജിക്കു അഥവാ ജിതിൻ കുമാർ അങ്ങോട്ടേക്ക് എണ്ണീച്ചു വരുമ്പോൾ അഹങ്കാരത്തോടെ ജീവിച്ച് പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആ ഒരു കേശവ് കുറുപ്പിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ പ്രൗഢിയോടെ കഴിഞ്ഞ് പെട്ടെന്ന് വീണുപോകുന്ന ആ വീണപൂവിന്റെ കവിത രസകരമായി ആ സീനിൽ കൊടുത്തിരിക്കുന്നതായും കാണാം. ഇതുപോലെ ഈ കേശവ് കുറുപ്പിനെ അടക്കം ചെയ്യാനായി സെമിത്തേരിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ആ ഭിത്തിയിലായി രണ്ട് വചനങ്ങൾ കൊടുത്തിരിക്കുന്നതായി കാണാം. അതിൽ ഒന്ന് സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. സത്യത്തിൽ ഇങ്ങനൊരു വചനം ബൈബിളിലോ മറ്റോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലും മറ്റും ദൈവത്തെ കളിയാക്കുന്ന രീതിയിൽ മുറിവേൽപ്പിച്ചിട്ട് അത് സുഖപ്പെടുത്തുന്നവനാണ് ദൈവം എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. സോ അത്തരത്തിൽ അവിടെ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കേശവ് കുറുപ്പ് മിസ്സായതിനു ശേഷം അതിന്റെ CCTV ദൃശ്യങ്ങളും മറ്റും പോലീസ് പരിശോധിക്കുന്ന സമയത്ത് സെക്യൂരിറ്റിക്ക് കണ്ണിന് തിമിരമാണെന്നും അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയില്ലെന്നും പറയുമ്പോൾ ആ സീനുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ പുറകിൽ നിൽക്കുന്ന ആ ഓർഫണേജിന്റെ ഓണറിന്റെ ടീഷർട്ടിലായി മായക്കണ്ണൻ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. മറ്റൊന്ന്, ഈ സീരിയൽ കില്ലറായി വരുന്ന ക്യാരക്ടറിന്റെ പേര് ശ്രീകുമാർ എന്നാണെന്നും അതുകൊണ്ട് SK എന്ന് ചുരുക്കി വിളിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീകുമാറിന്റെ ചുരുക്കമായിട്ട് മാത്രമല്ല, പകരം സീരിയൽ കില്ലർ എന്ന പേരിന്റെ ചുരുക്കമായിട്ട് കൂടിയാണ് SK എന്ന പേര് തന്നെ സംവിധായകനും തിരക്കഥാകൃത്തും അയാൾക്ക് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. അതുപോലെ ഈ SK എന്ന ക്യാരക്ടർ കൊച്ചുകുട്ടികളെ പല ക്രൂരമായിട്ടുള്ള കഥകളും പറഞ്ഞ് പേടിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിന് കാരണം SK വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ 8 വയസ്സുള്ളപ്പോഴാണ് അയാളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട് അയാൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതുകൊണ്ടാണ് അയാൾ ഇത്തരം കൊച്ചുകുട്ടികളെ ക്രൂരമായിട്ടുള്ള കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതായി അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്നതായി കാണിക്കുന്നത്. ഇനി ഈ അരവിന്ദ് എന്ന സിജു സണ്ണിയുടെ ക്യാരക്ടറിന് ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണെന്നും കേശവ് കുറുപ്പിനെ കാണുമ്പോൾ താൻ എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് കരുതുകയും പിന്നീട് അത് തൻ്റെ അച്ഛനാണെന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും ഒടുവിൽ എത്തുമ്പോഴാണ് മറ്റു പലർക്കും അച്ചുകുത്തുന്നയാൾ ഇത്തരം ഡിസൈനുകൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് കേശവ് കുറുപ്പ് അരവിന്ദന്റെ അച്ഛനാകാൻ സാധ്യത ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മുന്നേ തന്നെ ഈ ഒരു ക്യാരക്ടർ ഒരിക്കലും അരവിന്ദന്റെ അച്ഛനാകില്ല എന്നൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് അരവിന്ദൻ തൻ്റെ അച്ഛനെ ഓർക്കുമ്പോൾ അരവിന്ദന് ഏകദേശം ഒരു 8-10 വയസ്സുള്ളപ്പോഴുള്ള അച്ഛനെ കാണിക്കുന്നുണ്ട്. പിന്നീട് SK അഥവാ സീരിയൽ കില്ലർ കേശവ കുറുപ്പിനെ കൊല്ലാനായി അയാളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ വളരെ ചെറുപ്പമായിട്ടുള്ള ഫോട്ടോകൾ അവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. സോ ഈ രണ്ട് രൂപങ്ങളും തമ്മിൽ കേശവ കുറുപ്പിന്റെ ചെറുപ്പമായിട്ടുള്ള ചിത്രവും ഏകദേശം അതേ ഏജിൽ തന്നെ വരുന്ന അച്ഛന്റെ രൂപവും തമ്മിൽ യാതൊരു സിമിലാരിറ്റികൾ ഇല്ലെന്നും ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്.
സോ ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ ഒരിക്കലും അത് അരവിന്ദന്റെ അച്ഛനല്ല എന്നും അരവിന്ദൻ തെറ്റിദ്ധരിക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിലെത്തുമ്പോഴാണ് കേശവ് കുറുപ്പിന്റെ ആ രൂപം പിന്നീട് നമ്മളെ കാണിക്കുന്നതെങ്കിലും ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഈ ഒരു കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു ഭാഗത്ത് ജെസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പൈനാപ്പിൾ ഇഷ്ടമുള്ള ജെസിയുടെ അച്ഛന് പൈനാപ്പിൾ ശ്രീ അവാർഡ് കിട്ടിയിരിക്കുന്നതായി രസകരമായി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു ഭാഗത്ത് ലാലിൻ്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതായി കാണിച്ചിരുന്നു. സോ അതെന്താണ് എന്നെനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. ഇതൊരു ഡാർക്ക് ഹ്യൂമർ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പല പ്രേക്ഷകർക്കും ഈ ചിത്രം ഇഷ്ടമായി കാണില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.